അസ്സലാമു അലൈക്കും. ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ ആ ആഗ്രഹങ്ങൾ ചില മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാറുണ്ട്. ചില മനുഷ്യർക്ക് ഒന്നിൽ കൂടുതൽ തവണയാണ് അത്തരമൊരു വലിയൊരു മഹാഭാഗ്യം ലഭിക്കുന്നത് എങ്കിൽ ചില മനുഷ്യർക്കാകട്ടെ അത്തരത്തിലുള്ള ആ ഒരു ഭാഗ്യം, ഹജ്ജ് കർമ്മം അല്ലെങ്കിൽ ഉംറ ചെയ്യുക എന്നുള്ള ആ ഒരു ഭാഗ്യം പോലും ലഭിക്കാറില്ല. എല്ലാം റബ്ബിൻ്റെ തീരുമാനമാണ്. ഈ ഭൂമി ലോകത്തെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചുകൊണ്ട് അതിനെയെല്ലാം നിയന്ത്രിച്ച് പരിപാലിക്കുന്ന പടച്ച റബ്ബിൻ്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളെ തടുക്കുവാൻ നമുക്കാർക്കും കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആമിർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായത്. ഒരുപക്ഷെ അതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ പരിശുദ്ധ ഹറമിലേക്ക് ചെല്ലുകയും അവിടെ ഹജ്ജ് കർമ്മം ചെയ്യുകയും അതിനുശേഷം അവിടെ വെച്ച് മരണപ്പെട്ട് ആ പരിഭാവനമായ മണ്ണിൽ തന്നെ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം മതവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. കാരണം അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നിരവധി സ്വഹാബാക്കളും അന്തിയുറങ്ങുന്നുണ്ട്. ഒരുപാട് ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് സാക്ഷിയായ മണ്ണാണത്. ആ മണ്ണിൽ അടക്കം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ്. നോക്കൂ, ഞാനിത് പറഞ്ഞു വരുവാൻ കാരണം ഇത്തരത്തിൽ വലിയ ഒരു ഭാഗ്യം ലഭിച്ച, ഇത്തരത്തിൽ വലിയൊരു സൗഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ്. ഷുഹൈബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി പോയി. എന്നാൽ ആ ഹജ്ജ് കർമ്മത്തിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു പോവുകയാണ്. മരണപ്പെട്ട ആ മനുഷ്യൻ്റെ മയ്യത്തിനെ അടക്കം ചെയ്തത് മക്കയിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം. 45 വയസ്സുള്ള ഷുഹൈബ് എന്ന് പറയുന്ന ഈ സഹോദരൻ ഒരു പ്രമുഖ വ്യവസായി കൂടിയാണ്. അത്യാവശ്യം നല്ല സമ്പത്തുള്ളൊരു വ്യക്തി. വാണിയം പീഡിയക്കൽ ഷുഹൈബ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ സിൽവാൻ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. അബുദാബിയിലെ അൽ ബസ്ര ഗ്രൂപ്പ്, പുത്തനത്താണിയിലെ ഹലാമാൽ, ബേബി വിറ്റ ഫുഡ് പ്രോഡക്ട്സ് എന്നീ ബിസിനസ് ഗ്രൂപ്പുകളുടെയും ഡയറക്ടറായിരുന്നു അദ്ദേഹം. നോക്കി, ഇദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് മീഡിയ വൺ ചാനലിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ ഞാനൊന്ന് കാണാനിടയായി. ആ വീഡിയോ ഒന്ന് കാണാം. കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഹജ്ജിലും തഹലിലായി. എങ്ങനെ ഉണ്ടായിരുന്നില്ല മുതലൊരു യാത്ര ഏത് രൂപത്തിൽ? തീർച്ചയായിട്ടും കാലാവസ്ഥ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രതികൂലമായിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഓരോ വർഷവും സംവിധാനം ഇമ്പ്രൂവ് ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് സ്ഥിതി. പിന്നെ നടത്തം ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും, കാരണം ഇത്ര അധികം നടത്തി അടുത്ത കാലത്ത് ഒരു വർഷം ഒന്നിച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ മുസ്ദലിഫ തൊട്ട് ഇന്ന് ജംറയിൽ കല്ലേറുന്നത് വരെ എല്ലാം നടത്തുന്നതായിരുന്നു. ഏകദേശം 15ഓളം കിലോമീറ്ററുകളും നടക്കേണ്ടി വന്നു എന്നുള്ളത് ഹജ്ജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവസ്ഥയിലും ഈ ചൂടിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഹജ്ജ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമുക്ക് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുക എന്നുള്ളതും കൂടിയാണല്ലോ. അപ്പോൾ അത് നമ്മളതിനെ സഹിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. നോക്കി, ഇദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിനിടയിൽ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം കൊടുത്ത ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി മിനയിലെ ടെൻറ്റിൽ അദ്ദേഹം വിശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ചില ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ മിന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. സ്വകാര്യ ഗ്രൂപ്പിനൊപ്പമാണ് അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരുന്നത്. അവസാനം അദ്ദേഹത്തിൻ്റെ മയ്യത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിനെ മക്കയിൽ കബറടക്കി. നോക്കി, ഇത്തരത്തിലുള്ള വലിയൊരു മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നൽകി എന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്ര നല്ല മനുഷ്യസ്നേഹിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഓരോ വ്യക്തികളിടുന്ന ഒരു കമൻറ്റുകൾ, ആ കമൻറ്റുകളിൽ തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആ ഒരു പെരുമാറ്റവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മതപണ്ഡിതന്മാർ പോലും, നേതാക്കൾ പോലും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുകയാണ്. അവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ വരികളിൽ നിന്നും അദ്ദേഹം എത്രത്തോളം നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹം എത്രത്തോളം നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും സഹായങ്ങളുമൊക്കെ ചെയ്തിരുന്ന മനുഷ്യനാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്വരി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയപ്പെട്ട സിൽവാൻ സൈദാലിക്കുട്ടി ഹാജിയുടെ മകൻ ഷുഹൈബ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു. മർക്കസ് ബോർഡിങ്ങിലെ പൂർവ്വ വിദ്യാർത്ഥിയും മർക്കസ് എക്സലൻസി ക്ലബിലെ അംഗവുമായിരുന്നു ഷുഹൈബ്.
മർക്കസിൻ്റെയും ജാമിഉൽ ഫുതൂഹിൻ്റെയും പരിപാടികളിലെല്ലാം സാന്നിധ്യവും സഹകരണവും അറിയിക്കുമായിരുന്നു. പണ്ഡിതരോടും സജ്ജനങ്ങളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹവും ആദരവും കൊണ്ടായിരിക്കാം ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു മരണമാണ് അള്ളാഹു അദ്ദേഹത്തിന് സമ്മാനിച്ചത്. പരിശുദ്ധ ഹജ്ജ് വേളയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർക്കിടയിലെ ഒരാളായിട്ടാണ് മിനയിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്. SYS കേരള യുവജന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് വളാഞ്ചേരി കഞ്ഞിപ്പുരയിലുള്ള വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തെ അവസാനമായി നേരിട്ട് കാണുന്നത്. സാധുക്കളെയും പ്രസ്ഥാനത്തിൻ്റെ സംരംഭങ്ങളെയും അകമഴിഞ്ഞ് സഹായിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ. താങ്ങും തണലുമായിരുന്ന മകൻ്റെ വിയോഗം കേരളത്തിലുടനീളം വ്യാപാരമുള്ള സെയ്താലിക്കുട്ടി ഹാജിയെ തളർത്താതിരിക്കട്ടെ. കുടുംബത്തിനും കൂട്ടുകാർക്കും അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഓരോ മരണങ്ങളും നമുക്ക് മരണസ്മരണ വളരാൻ കാരണമാകണം. അള്ളാഹു നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതായിരുന്നു അദ്ദേഹം ഈ മനുഷ്യനെക്കുറിച്ച് എഴുതിയ വരികൾ. ഇതോടൊപ്പം സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ഈ മരണപ്പെട്ടുപോയ ഷുഹൈബ് എന്ന് പറയുന്ന സഹോദരനെക്കുറിച്ച് എഴുതിയ ആ ഒരു കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു. ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് മിനായിൽ വെച്ച് സിൽവാൻ ഷുഹൈബ് മരണപ്പെട്ട വിവരം വളരെ ദുഃഖത്തോടുകൂടിയാണ് കേട്ടത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നിരവധി ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഷുഹൈബിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുകയും മയ്യിത്ത് നിസ്കരിക്കുകയും വേണം. ആഖിബത്ത് നന്നാവുക എന്നത് ഒരു സൗഭാഗ്യം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഷുഹൈബ് ഭാഗ്യവാനാണ്. അല്ലാഹു ഷുഹൈബിൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനനായ തങ്ങൾ പറഞ്ഞതുപോലെ ആഖിബത്ത് നന്നാവുക എന്ന് പറയുന്നത് അത് വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ വലിയ മുസ്ലിമാണെന്ന് പറഞ്ഞാലും എത്ര തന്നെ താടി വെച്ചാലും തൊപ്പി വെച്ചാലും നമ്മുടെ ആഖിബത്ത്, നമ്മുടെ അവസാന നിമിഷം അത് നന്നായില്ല എങ്കിൽ പിന്നെ നമ്മൾ വൻ പരാജയമാണ്. ഒരു മുസ്ലിമായി മരിക്കണമെന്നതിനേക്കാൾ ഉപരി ഈമാനോടുകൂടി മരിക്കാൻ നാം എപ്പോഴും തയ്യാറാവണം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഒരു മുസ്ലിമായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ഷുഹൈബ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ.